പ്രേക്ഷകർക്ക് നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. വലിയ സംഭവ ബഹുലമായ വാർത്തകളാണ് രാജ്യതലസ്ഥാനത്തുള്ളത്. നമുക്കറിയാം, രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസമായി വലിയ അക്രമത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടലുമായി പാറ്റാക്കൂട്ടം അവിടെ തന്നെ ഈ ജന്തർ മന്ദറിൽ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർ 20-ാം തീയതിയാണ് പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യവുമായി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഈ പാറ്റാക്കൂട്ടം പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് പാറ്റാക്കൂട്ടത്തിന്റെ ഈ പ്രതിഷേധത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് എംപിമാർ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ ഒരു സമരവുമായി എത്തിയത്. അവർ അവിടെ തന്നെ നിലയുറപ്പിച്ച് സമരവുമായി മുന്നോട്ട് പോയപ്പോൾ ഡൽഹി പോലീസ് ഇടപെട്ട് ഈ സമരക്കാരെ അവിടെ നിന്ന് നീക്കുകയായിരുന്നു. എന്തായാലും ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന രീതിയിലല്ല ഈ സമരം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി അവിടെ പ്രതിപക്ഷ നേതാവുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഏത് വിഷയത്തിലും പാർലമെന്റിനുള്ളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള നിലപാട് അത് നേരത്തെ തന്നെ BJP നേതൃത്വവും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ളവരൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകളല്ല ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ താൽപര്യം എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയ ഈ സമര നാടകങ്ങൾ. ഒരു വശത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, അതിന്റെ മറവിൽ അവർ നടത്തുന്ന വലിയ അക്രമ സംഭവങ്ങളൊക്കെ തന്നെ രാജ്യതലസ്ഥാനത്ത് അരങ്ങേറുന്നു. അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിലേക്ക് എംപിമാരുമായി എത്തുന്നു, അവിടെ സമരം നടത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ നടത്തുന്ന ഈ സമരങ്ങൾ ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അരാജകത്വമാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തന്നെ ഈ രാഹുൽ നടത്തിയ ഈ സമര നാടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്തതാണ് എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. മാത്രമല്ല, രൂക്ഷമായ ഭാഷയിലാണ് BJP ഈ സമരത്തെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള സമരം നടത്തുന്നതിന്റെ പിന്നിലെ യുക്തിയാണ് BJP നേതാക്കൾ ചോദ്യം ചെയ്യുന്നത്. പാർലമെന്റിനുള്ളിൽ നീറ്റ് വിഷയത്തിലടക്കം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും രംഗത്ത് വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഈ നീറ്റ് ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 13 പേർ അറസ്റ്റിലായ കാര്യമടക്കം ചൂണ്ടിക്കാട്ടുകയും ഏത് വിഷയത്തിലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിൽ നിന്നൊന്നും സർക്കാർ ഒളിച്ചോടുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാലും എന്തുകൊണ്ടാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് എന്നതാണ് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഏറെ പ്രസക്തമാകുന്നത്. നിതിൻ നബീന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. नेता प्रतिपक्ष राहुल गांधी ने कृत्य किया है तो पूरी तरह से अशोभनीय है, निंदनीय है। नेता प्रतिपक्ष जिस गरिमा का पद है उस पद को भी राहुल गांधी जी गंभीरता से नहीं लेते हैं। इस बात का आज पूरा इनके व्यवहार से दिखा। मेरा ये मानना है, लोकतंत्र में विरोध और अराजकता दोनों अलग अलग शब्द हैं। विरोध जब मर्यादा की हदों को पार कर जाती है तो अराजकता बन जाती है। और हम शुरू से कहते रहे हैं, राहुल गांधी जी अराजकता के प्रतीक बनकर उभरे। जिस प्रकार से संसदीय जीवन में हमारे कुछ ऐसे पद होते हैं जो केवल पार्टी विशेष के नहीं होते। प्रधानमंत्री केवल एक पार्टी के नेता नहीं है, 140 करोड़ देशवासियों के चुने हुए जनप्रतिनिधि हैं, जिसको पूरे देश की जनता अपने आस्था और विश्वास का केंद्र मानती है। और आज उनके आवास पर जाकर जिस प्रकार का व्यवहार और जिस प्रकार का अराजकता फैलाने का प्रयास राहुल गांधी उनकी टीम ने किया है, वह स्पष्ट संकेत देता है
कि ये അപ്പോൾ विरोध കൃത്യമായിട്ട് തന്നെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് ഒക്കെ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദ സംബന്ധിച്ചുള്ള ഒരു കാര്യം തന്നെയാണ് നിതിൻ നബീൻ ചൂണ്ടിക്കാട്ടിയത്. കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രതിപക്ഷത്തിന് ചില ധർമ്മങ്ങളുണ്ട്, അവർക്ക് പ്രതിഷേധിക്കാം, എന്നാൽ ആ പ്രതിഷേധത്തിന് ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തെ അരാജകത്വം എന്ന വാക്കുപയോഗിച്ച് BJP അധ്യക്ഷൻ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം അരാജകത്വവും അരാഷ്ട്രീയവാദവും ഒക്കെ മുഖമുദ്രയാക്കിക്കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം അഴിച്ചുവിട്ടുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്ത് വന്നത്. അങ്ങനെ രംഗത്ത് വന്ന കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ 2 സമരങ്ങൾ നടത്തുന്നു. ആ സമരത്തിന് ശേഷം അവർ നടത്തുന്ന ആ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് നിരാഹാര സമരവുമായി ലഡാക്കിൽ നിന്ന് സോനം വാങ്ചുക്ക് ജന്തർ മന്ദറിലേക്ക് എത്തുന്നു. അങ്ങനെ ആ നിരാഹാര സമരം മുന്നോട്ട് പോകുന്നു. പിന്നാലെ അവർ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുന്നു. ആ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ രംഗത്ത് വരുന്നു. അപ്പോൾ ഇത്രയും ആണ് ഈ നടന്ന കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് നിതിൻ നബീൻ ഉപയോഗിച്ച വാക്കുകൾ, ആ വാക്കുകൾ തന്നെയാണ് അരാജകത്വം സൃഷ്ടിക്കുവാനുള്ള ശ്രമം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അരാഷ്ട്രീയവാദവും അരാജകത്വവുമാണ് കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ പുലർത്തുന്ന സമീപനം എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആദ്യം അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുന്നു, അവർക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്നു. പിന്നാലെ അവർ ജന്തർ മന്ദറിൽ സമരവുമായി എത്തുന്നു. അവർ ഉദ്ദേശിച്ച തരത്തിൽ, അതുമല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആ ഒരു ഹൈപ്പിന് ഊർജം പകരുന്ന വിധത്തിലുള്ള ആൾക്കൂട്ടം ജന്തർ മന്ദറിൽ എത്താത്ത സാഹചര്യം ഉണ്ടാകുന്നു. പിന്നാലെ അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ, കർഷക സമരക്കാരുടെ, CA വിരുദ്ധ സമരക്കാരുടെ ഒക്കെ പിന്തുണ അവർ തേടുന്നു. ആദ്യം ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നു. പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, അതുമല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുക എന്നതൊക്കെ ഈ അരാജകത്വ ഈ സമരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി കാണുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഒരു സമര നാടകം, ഒരു രാഷ്ട്രീയ നാടകമൊക്കെ കളിക്കുവാൻ തയ്യാറായത്. എന്തായാലും ഈ വിഷയത്തിൽ സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ നൽകുന്ന വിവരം. അവരിപ്പോഴും നീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് മായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷം, അതിൽ ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ എന്തായാലും പ്രതിപക്ഷത്തിന് പുതിയ ഒരു ആവശ്യം കൂടി കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഈ കോൺഗ്രസ് നേതാക്കളെയും MP-മാരെയും കൈകാര്യം ചെയ്ത പോലീസിനെതിരെയും നടപടി വേണം, ഇത് സംബന്ധിച്ച് അന്വേഷണം വേണം എന്നീ ആവശ്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുവാനുള്ള തയ്യാറെടുപ്പുകളുമാണ് നടത്തുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ ഈ പാർലമെന്റിൽ രാവിലെ യോഗം ചേരുകയും അവരുടെ തുടർ നടപടികൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അടക്കമുള്ള ബില്ലുകളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനം തന്നെയാണ് ഭരണപക്ഷം കൈക്കൊള്ളുന്നത്. മാത്രമല്ല, അവരാകട്ടെ കൃത്യമായിട്ട് തന്നെ അവരുടെ നിലപാട് ആദ്യമേ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഈ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. അദ്ദേഹം കൃത്യമായിട്ട് ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളുടെ വേദിയായി പാർലമെന്റ് മാറണമെന്ന് പറയുകയും ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒറ്റക്കെട്ടായി പുരോഗമനപരമായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഇതിനോടൊന്നും സഹകരിക്കാതെ അവർ നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഇരു സഭകളിലും ബഹളം വയ്ക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. അപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കുവാനുള്ള അവകാശമൊക്കെ പ്രതിപക്ഷത്തിനുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമരങ്ങൾക്കൊക്കെ ഒരു മര്യാദയുണ്ട്. അല്ലെങ്കിൽ അതൊരു പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ അരാജകത്വവാദിയായി മാറുന്നതിൻ്റെ ഉദാഹരണമായി ഇത്തരം സമര നാടകങ്ങൾ മാറുന്നതിനും സാധ്യതയുണ്ട്. എന്തായാലും ഈ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് രാഹുൽ എത്തുമ്പോൾ കൂടുതൽ അദ്ദേഹം സജീവമാകുന്നു. പ്രത്യേകിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു സമരത്തിന് വേണ്ടി രാഹുൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നു. ഇതൊരു കോൺഗ്രസ് നയിക്കുന്ന സമരമല്ല എങ്കിൽ പോലും രാഹുൽ കൂടുതൽ സമയം ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി
ചെലവഴിക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും സമയവും അദ്ദേഹത്തിൻ്റെ സമരവുമൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു ബാനറിൻ്റെ കീഴിലേക്ക് ചുരുക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പല ചർച്ചകളും നടക്കുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വിദേശ ഫണ്ടിങ് അടക്കമുള്ള ചർച്ചകൾ അത് സജീവമായി നടക്കുന്നു. നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവിരുദ്ധ സമീപനങ്ങളിലും അവർക്ക് ലഭിക്കുന്ന ഈ വിദേശ ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങളിലുമൊക്കെ സംശയം പ്രകടിപ്പിക്കുകയും ആശങ്ക രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടും നയവുമൊക്കെ വ്യക്തമാക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് രാഹുൽ തന്നെയാണ്. അതേക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടതിന് ശേഷം മടങ്ങിവരാം. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും നിലയുറപ്പിച്ചവർ രംഗത്തിറങ്ങാൻ CJP പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ച് അവസരമായി. CJPയുടെ പാർലമെന്റ് മാർച്ച് പ്രതിരോധിക്കാൻ ഡൽഹി പോലീസിന് കഴിഞ്ഞു. എന്നാൽ സമരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിലേക്ക് മാറ്റിക്കൊണ്ട് രാഹുൽ കളത്തിലിറങ്ങിയതോടെ ചിത്രം തെളിഞ്ഞു. രഞ്ജിനി ഹരിദാസ് മുതൽ രാഹുൽ വരെ ഒരു ചരടിൽ കോർക്കാൻ ചിന്തിക്കുന്ന ബുദ്ധികേന്ദ്രം ഏതാണ് എന്ന് പരിശോധിക്കുമ്പോൾ സാമ്പത്തിക സ്രോതസ് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. FCRA നിയമഭേദഗതി ഒരു വശത്ത് വിദേശ ഫണ്ടിങ്ങിന് തടയിടുന്നു. റൊഹാങ്ക്യൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട ED അന്വേഷണം ചില NGOകളുടെ അടിവേരിളക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിദേശ ഫണ്ടിങ്ങിന് പിടിവീഴുമ്പോൾ എങ്ങനെ തെരുവിൽ പ്രതിഷേധങ്ങൾ ഉയരാതിരിക്കും? ശതകോടീശ്വരൻ ജോർജ് സോറസിന് എന്താണ് രാഹുൽ ഗാന്ധിയോട് ഇത്രയും താല്പര്യമെന്നതിൽ രാഹുൽ തന്നെ വ്യക്തമായ വിശദീകരണം നൽകേണ്ടതാണ്. വിദേശ പര്യടനത്തിനിടെ രാഹുൽ നടത്തുന്ന ചില പരാമർശങ്ങളിൽ കടന്നുകൂടുന്ന രാഷ്ട്രവിരുദ്ധത ബോധപൂർവം സൃഷ്ടിക്കുന്നതാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. രാഹുൽ തന്നെയാണ് ഇതിലൊക്കെ വ്യക്തത വരുത്തേണ്ടത്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് JNUവിലെ ഇടതു സംഘടനകൾ മുതൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി വരെ നൽകുന്ന പിന്തുണയുടെ ലക്ഷ്യം ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നതല്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമ പ്രചാരണത്തിലൂടെ തുടങ്ങിയ പാറ്റ പാർട്ടിക്ക് രാഹുൽ അകമഴിഞ്ഞ് പിന്തുണ നൽകുമ്പോൾ അതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്നതുപോലെയൊരു ജെൻസി വിപ്ലവം രാഹുൽ സ്വപ്നം കാണുന്നതിനെ കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ രാഹുലിന്റെ സ്വപ്നത്തിന് വെള്ളവും വളവും നൽകുന്ന രാഷ്ട്രവിരുദ്ധന്മാർ രാഹുലിന് തന്നെ ബാധ്യതയാകും. രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരാജയമാണ് തുറന്നു കാട്ടുന്നത്. വിദേശ സന്ദർശനത്തിലും വിദേശ സാമ്പത്തിക ഇടപാടുകളിലുമൊക്കെ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് വ്യക്തത വരുത്തിയില്ലെങ്കിൽ സംശയ നിഴലിൽ തന്നെ പ്രതിപക്ഷ നേതാവ് തുടരുമെന്നുറപ്പാണ്. ജനം, ഡൽഹി. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരത്തോട് പ്രതിപക്ഷ നേതാവിന് ഇത്രയധികം താല്പര്യമെന്നത്? കാരണം ഇത് കോൺഗ്രസ് നടത്തുന്ന സമരമല്ല, യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരമല്ല, NSUI നടത്തുന്ന സമരമല്ല, എന്തിന് ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ നടത്തുന്ന ഒരു സമരവുമല്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ ജൻസി പ്രക്ഷോഭം പോലെ ഇവിടെയും ഒരു ജൻസി പ്രക്ഷോഭത്തെ വളർത്തിയെടുത്ത് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി മാറ്റുക എന്ന അരാജകത്വവാദ സമീപനം രാഹുൽ സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഇത് മാറുന്നത്. മാത്രമല്ല, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ടിങ്ങിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ സംശയനിഴലിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്വവും പ്രതിപക്ഷ നേതാവിനുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ അംഗീകരിക്കുന്നത് പോലെയാകും. കാരണം വിദേശത്ത് പോകുമ്പോഴൊക്കെ രാഹുൽ പുലർത്തുന്ന സമീപനം നമുക്കറിയാം. പലപ്പോഴും രാഹുൽ വിദേശത്ത് നടത്തുന്ന പരാമർശം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പരാമർശമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള ആവശ്യം പ്രതിപക്ഷവും കോക്രോച്ച് ജനതാ പാർട്ടിയും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ ആകട്ടെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം വിളിച്ചുകൊണ്ട്
PM ശ്രീ നടപ്പിലാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയായി. ഒപ്പം തന്നെ ഈ ഉന്നതമായിട്ടുള്ള പരീക്ഷകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ ഇനി ആവർത്തിക്കുവാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 13 പേരെ അറസ്റ്റ് ചെയ്തു. ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കുവാതിരിക്കുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു എന്നത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് കൃത്യവും വ്യക്തവും സ്പഷ്ടവുമാണ്. എന്നാൽ ഇപ്പോഴും എന്താണ് തങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് മനസ്സിലാകാത്തത് പ്രതിപക്ഷ നേതാവ് രാഹുലിനും കൂട്ടരക്കുമാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടി മെനക്കെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടതുപോലുള്ള സമര നാടകങ്ങൾ രാഹുൽ എന്ന് പറയുന്ന നേതാവിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ രാജ്യതലസ്ഥാനത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മണിപ്പൂരിൽ നിന്നാണ് വരുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മണിപ്പൂരിൽ സംഘർഷ അവസ്ഥയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വിഘടനവാദികൾ, മണിപ്പൂരിൻ്റെ സമാധാന ജീവിതത്തിന് തടസ്സം നിന്ന ഭീകരവാദികൾ, കമ്മ്യൂണിസ്റ്റ് ഭീകരർ, അവർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. കാംഗ്ലി പാക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പീപ്പിൾസ് വാർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകരാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത്. 46 ഭീകരരാണ് ഇത്തരത്തിൽ AK-47 അടക്കമുള്ള ആയുധങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അവർ കീഴടങ്ങി സമാധാനപരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മണിപ്പൂർ സർക്കാരിനെ അറിയിച്ചത്. ഇവർക്കായുള്ള പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല, നേരത്തെ തന്നെ സർക്കാർ വിഘടനവാദികൾക്കും ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കുമൊക്കെ കീഴടങ്ങി സമാധാനപരമായ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നും അവർക്ക് വേണ്ട എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ നേരിടുന്ന ഒരു ഭീഷണിയായിരുന്നു ഈ നിരോധിത പീപ്പിൾസ് വാർ ഗ്രൂപ്പ്. അവർ ഇപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട് മണിപ്പൂരിൻ്റെ സമാധാന പ്രക്രിയയ്ക്ക് ഊർജം പകരുന്ന ഒരു തീരുമാനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഈ കീഴടങ്ങുന്ന മാവോയിസ്റ്റ് ഭീകരരായാലും മറ്റ് വിഘടനവാദ സംഘടനയിലെ അംഗങ്ങളായാലും ഒക്കെ അവർക്കുള്ള പുനരധിവാസ പദ്ധതികൾ അത് സമയബന്ധിതമായി നടപ്പിലാക്കുകയും അതിവേഗത്തിൽ തന്നെ ഇവർക്ക് ഈ തൊഴിലും ജീവനാംശവും ഒക്കെ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ സമാധാനത്തിന് ആണ് പ്രാധാന്യം നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പായാലും മറ്റ് വിഘടനവാദ സംഘടനകളായാലും ഇതുമായൊക്കെ ബന്ധപ്പെട്ട് സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഈ വിഘടനവാദികളെ, ഭീകരരെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് നടത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും വടക്ക് കിഴക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെ സമാധാനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒക്കെ തുടരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ മണിപ്പൂരിൽ നിന്ന് ഇങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം മണിപ്പൂരിൽ നമുക്കറിയാം, മണിപ്പൂരിൽ സമാധാനപരമായ ജീവിതം അവിടുത്തെ ജനങ്ങൾക്ക് വേണം. ഒപ്പം തന്നെ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ സമാധാനവും അവിടുത്തെ ജനങ്ങളിലേക്ക് വികസനം എത്തുകയും ചെയ്യട്ടെ എന്ന് തന്നെ നമുക്കും ആശംസിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് നിയമസഭ UCC ബില്ല് പാസാക്കിയിരുന്നു. അവിടെ അപ്പോൾ ഈ നിയമസഭയ്ക്കുള്ളിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു നിയമം അനുവദിക്കില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അവർ എപ്പോഴും ഈ മുത്തലാഖ്, നിക്കാഹ് നാമ പോലുള്ള ശരീഅത്ത് നിയമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനവും രാഷ്ട്രീയ നിലപാടുമൊക്കെ സ്വീകരിക്കുന്നു. അത് നമുക്കറിയാം. കോൺഗ്രസ് എന്തുകൊണ്ടാണ് അത്തരത്തിൽ പലപ്പോഴും ശരീഅത്തിലെ ചില നിയമങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, കോൺഗ്രസ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കേവലം വോട്ട് ബാങ്ക് മാത്രമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള തിരിച്ചടി അത് കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്യും.
കോൺഗ്രസ് ഇത്തരത്തിൽ ഇതുവരെയും പാഠം പഠിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അതിനൊരു കാരണമുണ്ട്. കാരണം പലപ്പോഴും നമുക്കറിയാം കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായിട്ട് കാണുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നവരാണ്. എന്നാൽ മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ അവിടെ ഗോത്ര വിഭാഗങ്ങളെ പൂർണ്ണമായും ഈ UCCയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം സർക്കാർ തന്നെ കൈക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇത് ഈ UCC നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ ST/SC വിഭാഗക്കാരെ ദോഷകരമായി ബാധിക്കും എന്ന തരത്തിലൊക്കെയുള്ള വലിയ പ്രചാരണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കോൺഗ്രസ് വോട്ട് ബാങ്കായി കാണുന്നു എന്നുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ UCC നിയമമായി മാറുമ്പോൾ അത് ചരിത്രം എഴുതുകയാണ്. കാരണം ഭോപ്പാലിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിം നിയമം നടപ്പിലാക്കുന്നതിനുള്ള പ്രഖ്യാപനം ഇസ്ലാമിക ഭരണകാലത്ത് നടന്നിരുന്നു എന്നതാണ് ചരിത്രത്തിൻ്റെ ആവർത്തനമായി ഇപ്പോൾ UCCക്ക് വേണ്ടിയുള്ള തീരുമാനവും ഭോപ്പാലിൽ നിന്നുണ്ടാകുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടുന്നത്. മാത്രമല്ല നിരവധി പ്രത്യേകതകളാണ് മധ്യപ്രദേശിലെ UCCക്കുള്ളത്. ലിവ് ഇൻ റിലേഷൻഷിപ്പുകളായാലും മുത്തലാഖായാലും അതിനെയൊക്കെ കൃത്യമായിട്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത് അവർക്ക് കൃത്യമായിട്ട് ശിക്ഷ നൽകുന്നു. 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള തടവ് ശിക്ഷ നൽകുന്ന വിധത്തിൽ ഈ UCCയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ മുത്തലാഖിനെ നിരോധിക്കുന്നു. നിക്കാഹ് നാമ അടക്കമുള്ള ഈ അനാചാരങ്ങൾ അതിനെയൊക്കെ അവസാനിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും UCCയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് നടപ്പിലാക്കിക്കൊണ്ട് മധ്യപ്രദേശിലെ BJP സർക്കാരും അവർ ജനങ്ങൾക്ക് നൽകിയിരുന്ന എല്ലാ വാഗ്ദാനങ്ങളും അത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്, രാജ്യതലസ്ഥാനത്ത് പ്രത്യേകിച്ച് ഡൽഹിയിൽ വിവിധ ഇടങ്ങളിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ മഴ നാശം വിതയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം എന്നിവിടങ്ങളിലൊക്കെ മഴ വലിയ നാശം തന്നെയാണ് വിതച്ചത്. ജമ്മു കാശ്മീരിൽ രജൌരിയിലും ബഡ്ഗാമിലുമൊക്കെ മിന്നൽ പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അസാമിലാകട്ടെ സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് പ്രളയത്തിൽ ഇതുവരെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മാത്രമല്ല 11 ജില്ലകളിലായി 3 ലക്ഷത്തിലേറെ പേരെ ഈ പ്രളയം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി അസാമിൽ സൈന്യവും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലുമൊക്കെ ഈ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവും സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മഴ എന്ന് പറയുമ്പോൾ അതൊരു പ്രളയ സമാനമായ സാഹചര്യം തന്നെയാണ് ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും സൃഷ്ടിച്ചിരിക്കുന്നത്. ആസാമിലും അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമൊക്കെ ഇത്തരത്തിൽ പ്രളയം തന്നെയാണ് ജനങ്ങൾ നേരിടുന്നത്. അവിടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യവും രംഗത്തുണ്ട്. രക്ഷാപ്രവർത്തനവും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വലിയ കെടുതികളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എന്തായാലും കൂടുതൽ വാർത്തകളുമായി പിന്നീട് കാണാം.